ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് നമ്മളുടെ KSEB ബിൽ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ബില്ല് ഓൺലൈനായി എങ്ങനെ പേ ചെയ്യാം എന്നുള്ളതാണ്. ആദ്യമായി നമ്മൾ www.kseb.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോവുക. അപ്പോൾ KSEBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാം. അതിൽ ഓൺലൈൻ സർവീസസ് എന്ന് പറഞ്ഞ് വലത് ഭാഗത്ത് മുകളിലായി നിങ്ങൾക്കിവിടെ കാണാം, ഈ കാണുന്നത്. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു ടാബിൽ വേറൊരു സബ് ഡൊമൈനിൽ wss.kseb.in എന്ന് പറയുന്ന ഒരു സബ് ഡൊമൈനിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാം. അതിൽ ക്വിക്ക് പേ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ബില്ലിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വരും. അതിനകത്ത് ബിൽ ഡീറ്റെയിൽസ് കൊടുക്കുക. നിങ്ങളുടെ ഇലക്ട്രിക്കൽ സെക്ഷൻ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എൻ്റെ സ്ഥലം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ വരില്ല, സെലക്ട് ചെയ്ത് തന്നെ എടുക്കണം. കോഡ് നോക്കി കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്തേക്കുക, ബില്ലുമായിട്ട് മാച്ച് ചെയ്ത്. പിന്നെ ബില്ലിൽ നോക്കിയിട്ട് അവിടെ കൺസ്യൂമർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൺസ്യൂമർ നമ്പർ ശരിയല്ലേ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്തേക്കുക. അതിനുശേഷം ബിൽ നമ്പർ കൂടെ കൊടുക്കുക. ബിൽ നമ്പർ നമ്മളുടെ KSEBയുടെ ബില്ലിൽ നമുക്ക് കാണാം. അതിൽ നിന്ന് ബിൽ നമ്പർ കൊടുക്കുക. ഇത്രയും ഡീറ്റെയിൽസ് അടിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത ശേഷം സബ്മിറ്റ് ടു സീ ദ ബിൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ബില്ല് കാണാൻ കഴിയും. ഇതാണ് എൻ്റെ ലാസ്റ്റ് ബില്ല്. ലാസ്റ്റ് പേ ചെയ്ത, ഓൺലൈനായിട്ട് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷനും നമുക്ക് ഇതിൽ കൂടെ തന്നെ കാണാൻ പറ്റും. ഇവിടെ നമ്മളുടെ ഡീറ്റെയിൽസൊക്കെ വന്നിരിക്കുന്നത് കറക്റ്റാണോ എന്ന് നോക്കുക. നിങ്ങളുടെ ബില്ലിൽ കാണിച്ചിരിക്കുന്ന എമൗണ്ടും ഇവിടെ കാണിച്ചിരിക്കുന്ന എമൗണ്ടും കറക്റ്റാണോ എന്ന് നോക്കുക. ആണെങ്കിൽ ഇവിടെ ഇമെയിൽ ID ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളുടെ റെസിപ്റ്റ് വരുന്നത് ഈ ഇമെയിൽ IDയിലോട്ടായിരിക്കും. ഇവിടെ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ID തന്നെ വേണം എന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു ഇമെയിൽ ID കൊടുക്കുക. അതിനുശേഷം ഒരു മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. ആ മൊബൈൽ നമ്പർ കൂടി കൊടുക്കുക. നിങ്ങളുടെ സ്വന്തം കയ്യിലുള്ള ഫോൺ കൊടുക്കുക. അതിനുശേഷം ഈ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായി ടൈപ്പ് ചെയ്ത ശേഷം അതിനുശേഷം ഇനി പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എത്ര രൂപയാണ് അടയ്ക്കേണ്ടതെന്ന്. അതിനുള്ളിൽ പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇനി നെറ്റ് ബാങ്കിങ് ഉണ്ട്, ക്രെഡിറ്റ് കാർഡുണ്ട്, ഡെബിറ്റ് കാർഡുണ്ട്. ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട്, ATM കാർഡ് വെച്ചിട്ട് ചെയ്യുകയാണ്. ഏത് ബാങ്കാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എൻ്റേത് ഫെഡറൽ ബാങ്കാണ്. ഞാൻ ഫെഡറൽ ബാങ്ക് സെലക്ട് ചെയ്തു. പേ നൗ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിൽ ക്രെഡിറ്റ് കാർഡ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്രെഡിറ്റ് കാർഡ് ഓർ ഡെബിറ്റ് കാർഡ് എന്നുള്ളത് ടിക്ക് ചെയ്ത ശേഷം സെലക്ട് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇനി കാർഡിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അടിക്കാനാണ്. അത് ഓരോ കാർഡിനും ഓരോ രീതിക്കാണ്. ഞാനിവിടെ എൻ്റെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യുന്നതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. നിങ്ങളുടെ കാർഡിൻ്റെ ഡാറ്റ എല്ലാം ടൈപ്പ് ചെയ്ത ശേഷം ഏറ്റവും താഴെയുള്ള പേ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ട്
ഒരു OTP സെൻഡ് ചെയ്ത് വരും. ആ OTPയിലെ കോഡ് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ട്രാൻസാക്ഷൻ സക്സസ്ഫുള്ളായി നടന്നോളും. ഞാനിവിടെ OTP ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉള്ള ഭാഗങ്ങൾ കാണിച്ചു തരാം. പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട്. ഇതിൻ്റെ ബില്ലാണ് ഈ കാണുന്നത്. ബില്ല് വേണമെങ്കിൽ നമുക്ക് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാം. ഇപ്പോൾ നമ്മളവിടെ കൊടുത്ത മെയിൽ ID-യിലോട്ടും മൊബൈൽ നമ്പറിലോട്ടും കറക്റ്റായിട്ട് നമ്മളുടെ ബില്ല് പേ ആയിട്ടുണ്ട് എന്നുള്ള വിവരം വരുന്നതായിരിക്കും. ഇനി എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ബില്ലെടുത്ത് കാണിച്ചാൽ മതി. ഇവിടെ